ഓപ്പറേഷൻ സിന്ധൂറിൽ നിർണായക പങ്കുവഹിച്ച റഫാൽ യുദ്ധവിമാനങ്ങൾ. പാക് ഭീകര കേന്ദ്രങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും നിലംപരിശാക്കി ഓപ്പറേഷൻ സിന്ധൂറിന്റെ നായകനായ റഫാൽ. Indian Air Force is looking forward to inducting a lot more MRFA aircraft, whether that is going to be Rafale or any other, presently under deliberation, and a concrete decision on this has not yet been taken, and so therefore it will not be correct for me to comment at the moment. But yes, Indian Air Force is definitely looking forward to induct a lot more of these newer generation aircraft into our inventory, and the sooner the better. 250 കിലോമീറ്ററിലധികം അകലെയുള്ള ശക്തമായ ലക്ഷ്യങ്ങളെ അതീവ കൃത്യതയോടെ ആക്രമിക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ അതിർത്തി സംരക്ഷണ മേഖലകളിലെ നിർണായക ഘടകമാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ. രാജ്യചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കരാറാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 114 റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള തീരുമാനം. വ്യോമസേനയുടെ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഫ്രാൻസിൽ നിന്ന് പുതിയ വിമാനങ്ങൾ വരുന്നത്. 42 സ്ക്വാഡ്രന് അനുമതിയുള്ള ഇന്ത്യൻ വ്യോമസേന. നിലവിലുള്ളത് 31 സ്ക്വാഡ്രനുകൾ. ഒരു സ്ക്വാഡ്രനിൽ 18 യുദ്ധവിമാനങ്ങൾ. ആകെ വേണ്ടത് 756 വിമാനങ്ങൾ. ഇവിടേക്കാണ് പുതിയ വിമാനങ്ങൾ എത്തുന്നത്. വ്യോമസേനയ്ക്ക് നിലവിൽ 36 റഫാൽ വിമാനങ്ങളുണ്ട്. നാവികസേന 63,000 കോടി രൂപയുടെ 26 റഫാൽ എം വേരിയന്റ് വിമാനങ്ങൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. നാവികസേനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന റഫാൽ വേരിയന്റാണ് എം. ഇതിന്റെ കൈമാറ്റം 2030 സാധ്യമാകുമെന്നാണ് വിലയിരുത്തൽ. INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നീ വിമാനവാഹിനി കപ്പലുകളിലായിരിക്കും എം വേരിയന്റ് റഫാൽ വിമാനങ്ങൾ വിന്യസിക്കുക. പുതിയ കരാർ പ്രകാരമുള്ള വിമാനങ്ങൾ കൂടി എത്തുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിലെ റഫാൽ ജെറ്റുകളുടെ എണ്ണം 176 ഉയരും. ഇടനിലക്കാരില്ലാതെയാണ് കരാർ എന്നതാണ് വലിയ പ്രത്യേകത. 3.25 ലക്ഷം കോടി രൂപയ്ക്കാണ് ഇന്ത്യ റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത്. കരാർ പ്രകാരം 18 റഫാൽ യുദ്ധവിമാനങ്ങൾ 2030 ഇന്ത്യയിലെത്തും. ബാക്കിയുള്ള 80% റഫാൽ യുദ്ധവിമാനങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും. തദ്ദേശീയമായ സാധനങ്ങൾ കൊണ്ടാകും ഇതിൽ 60% നിർമ്മാണം നടത്തുക. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ടായിരിക്കും വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. 88 സിംഗിൾ സീറ്റ് വിമാനങ്ങളും 26 ട്വിൻ സീറ്റ് വിമാനങ്ങളും ഉണ്ടാകും. ഇന്ത്യയിലെ കമ്പനികളുമായി നിർമ്മാണത്തിന് ഫ്രഞ്ച് കമ്പനി ദസോ ഏവിയേഷൻസ് സഹകരിക്കും. കൃത്യതയുള്ള ദൗത്യങ്ങൾക്ക് പേരുകേട്ട ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റാണ് റഫാൽ. 114 വിമാനങ്ങൾ കൂടി ഇന്ത്യക്ക് ലഭിക്കുന്നതോടെ ലോകത്ത് ഫ്രാൻസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം റഫാൽ വിമാനങ്ങളുള്ള വ്യോമസേനയായി ഇന്ത്യ മാറും. ഡിഫൻസ് പ്രൊക്യൂർമെന്റ് ബോർഡിന്റെ ശുപാർശ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകരിച്ചു. പ്രധാനമന്ത്രി അധ്യക്ഷനായ ക്യാബിനറ്റ് സുരക്ഷാ സമിതി കൂടി അംഗീകാരം നൽകുന്നതോടെ ഏറ്റവും വലിയ ആയുധ കരാർ യാഥാർത്ഥ്യമാകും. റഫാൽ യുദ്ധവിമാന പദ്ധതിക്ക് പുറമെ നൂതനായുധ സംവിധാനങ്ങൾ, നാവിക കപ്പലുകൾ, അന്തർവാഹിനികൾ, ആളില്ലാ ആകാശവാഹനങ്ങൾ, ഡ്രോണുകൾ എന്നിവയ്ക്കുള്ള കരാറുകൾ ഉൾപ്പെടെ നിരവധി പദ്ധതികൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുണ്ട്.